പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ഇൻ്റർവ്യൂവിന് വിളിച്ചു, CV റെഡിയായി, ഇൻ്റർവ്യൂവിന് വിളിച്ചു. പല ആൾക്കാർക്കും ഒരു ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള, അതായത് ഈവൻ ഇൻട്രൊഡക്ഷൻ ടു യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും എൻ്റെ പേര് ഇതാണ്, ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടതാണ്, എൻ്റെ ഹോബീസ് ബന്ധപ്പെട്ട ഇതൊന്നല്ല. ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂവർ ആയിട്ട് ഇരിക്കുമ്പോൾ എനിക്കറിയേണ്ടത് എന്താണ്, നിങ്ങൾ എത്രത്തോളം എൻ്റെ കമ്പനിയിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിൽ നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, അതായിരിക്കണം ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യം. സോ ഇത് പല ആൾക്കാരും പറയുന്നില്ല. അത് കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ബേസിക്കലി ഞാനിപ്പോൾ ഒരാൾ ഇൻ്റർവ്യൂ ആണെങ്കിൽ അയാൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ്, എത്രത്തോളം കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പം സച്ചിന് വേണ്ട കാര്യം ഞാൻ പറയുമ്പോൾ സച്ചിൻ അത് ഇൻട്രസ്റ്റഡ് ആവും. ഞാനൊരു ടെക്നിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ ഒരാൾ നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടത് എന്താണ്, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് സച്ചിൻ എത്രത്തോളം എൻ്റെ അടുത്ത് പറയണ്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കും സച്ചിൻ്റെ അടുത്ത്. ഇപ്പോൾ സച്ചിൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഫാമിലി കാര്യങ്ങൾ പറയണു, വേറൊരു കാര്യങ്ങൾ ഐ ഡോണ്ട് കെയർ, റൈറ്റ്? സോ ഈ ഒരു കാര്യം എങ്ങനെയാണ് സ്റ്റുഡൻസിന് പ്രസൻറ്റ് ചെയ്യുക, അവരെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുക, ഇറ്റ്സ് ലൈക്ക് ഇൻ്റർവ്യൂ ഇറ്റ്സ് ലൈക്ക് മാർക്കറ്റിംഗ്. അവരെങ്ങനെയാണ് ഒരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ പിന്നെ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതും റിസൾട്ട് കിട്ടാൻ തുടങ്ങി. കാരണം വെച്ചാൽ ഇൻ്റർവ്യൂവർ ഇൻട്രസ്റ്റഡ് ആണ് അവർ പറയുന്ന കാര്യത്തിൽ, വേണ്ടാത്ത കാര്യങ്ങൾ പറയണില്ല. അപ്പോൾ അങ്ങനെ ഒരു സാധനം കുട്ടികൾക്ക് വേണമെന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് അത് കിട്ടിയാൽ തന്നെ ഭയങ്കര ഡിഫറൻസ് വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ കോഴ്സിൽ HR and CV ആഡ് ചെയ്ത്. അതാണ് അത് നമ്മളുടെ ഒരു സെൽഫ് ഡെവലപ്മെൻ്റ് ആണ് ബേസിക്കലി.